ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു വ്യക്തി വിളിച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി ഒരു കാര്യം പങ്കുവച്ചു. ഈ വ്യക്തിയുടെ ഭവനത്തിൽ ആരോ ഒരാൾ കടന്നു വന്നിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ വെച്ചിരിക്കുന്ന മരിച്ചുപോയ അപ്പന്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയ ബന്ധനം കടന്നു വരും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്ത വിഷമമായി. കാരണം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുനാളില് നമ്മൾ അപ്പിയിട്ട് മൂത്രമൊഴിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാര് നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വളരെ കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും നമ്മളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു നല്ല നിലയിൽ എത്തിച്ചതിന് ശേഷം ഇവർ മരിച്ച് ഈശോയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഫോട്ടോ വെക്കുമ്പോൾ ഇത് ബന്ധനമാണെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല. ഇത് പറയുന്ന വ്യക്തികളുടെ മാതാപിതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കന്മാരോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കരുത്. ആ കേട്ട വാക്കുകൾക്ക് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചോണം. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും നിരാശയിലേക്ക് കടത്തിവിടുന്ന ഒരാത്മാവല്ല. കാരണം ഈ വ്യക്തിയോട് പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ അപ്പന്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ചതുകൊണ്ടാണോ എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും നിരാശയിലേക്ക് കടത്തിവിടുന്ന ആത്മാവല്ല. ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈശോയോട് ഇങ്ങനെ ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എനിക്ക് ഒന്ന് രണ്ട് ചിന്തകൾ ഇട്ടു തന്നു. സീനായി മലമുകളില് മോശയ്ക്ക് കൽപ്പനകളില് 10 കൽപ്പനകള് ത്രിയേക ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എഴുതി കൊടുക്കുമ്പോൾ ഈ 10 കൽപ്പനയില് ആദ്യത്തെ 3 കൽപ്പന മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, 4ാമത്തെ കൽപ്പന നീ ഭൂമിയിൽ ദീർഘനാൾ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നുള്ള കൽപ്പനയാണ്. ദൈവം അത്രമാത്രം മാതാപിതാക്കന്മാർക്ക് വില കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞതിന് ശേഷം ഈ 4ാമത്തെ കൽപ്പനയായിട്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന നമുക്ക് തന്നത്. അന്നുണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് മാമോദീസായിലൂടെ ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ കുടുംബത്തില് മരിച്ചുപോയ അപ്പന്റെയും അമ്മയുടെയും ഫോട്ടോ വെക്കുമ്പോൾ ബന്ധനം വരുമെന്ന് പറയുവാൻ സാധിക്കത്തില്ല. കത്തോലിക്ക സഭയിലെ വിശുദ്ധനായ വേദപാരംഗതനായിട്ട് മാറിയ സെന്റ് അഗസ്റ്റിന്റെ ജീവചരിത്രം, സെന്റ് അഗസ്റ്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. സെന്റ് അഗസ്റ്റിൻ ചെറുപ്പത്തില് പാപത്തിന്റെ പടുകുഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ അമ്മ ഈ സെന്റ് അഗസ്റ്റിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഈ അഗസ്റ്റിന് മാനസാന്തരം കൊടുത്ത് സെന്റ് അഗസ്റ്റിനാക്കി മാറ്റി. ഈ സെന്റ് അഗസ്റ്റിൻ വൈദികനായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോൾ ഈ അമ്മയുടെ ഛായാചിത്രം ഈ സെന്റ് അഗസ്റ്റിന്റെ മുറിയിൽ സൂക്ഷിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ സെന്റ് അഗസ്റ്റിന്റെ ജീവിതത്തിലേക്ക് ബന്ധനമോ പൂർവിക ശാപമോ ഒന്നും കടന്നു വന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരോ ഒരാളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഭവനത്തില് അപ്പന്റെ ഫോട്ടോ വെക്കുമ്പോൾ ബന്ധനം കടന്നു വരും എന്ന് പറയുമ്പോൾ സ്വർഗത്തിലിരുന്ന് സെന്റ് അഗസ്റ്റിനൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് നിരാശയിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കണം. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുന്ന പരിശുദ്ധാത്മാവ് പറയും, എടാ പൊന്നുമോനെ, നീ ഇതൊന്നും കേൾക്കണ്ട എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിച്ച് ജീവിക്കുവാൻ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെവിയിൽ കൂടി കേട്ടിട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിടാനുള്ള ഒരു കൃപയും കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.